ഇപ്പൊ നിങ്ങൾ ഭയക്കുന്ന രീതിയിൽ ഒരു മെന്റലിസ്റ്റിന് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ, വളരെ ഈസി ആയിട്ട് നമുക്കത് നമ്മുടെ എന്താ പറയാ പോലീസിന് വേണ്ടി അത് ഉപയോഗിച്ചുകൂടെ? പിന്നെ ഇവിടെ ക്രൈം നടക്കും. ഞാൻ അന്ന് മുതലേ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഉള്ളൊരു കാര്യം നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങളൊരു പരിപാടിയിൽ വന്ന് നിന്നിട്ട് പിന്നെ ഞങ്ങള് പിന്നെ മരിച്ചു പോയവരെ കാണുക എന്നുള്ളൊരു സംഭവങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇല്ലില്ല, ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ സത്യത്തിൽ അതിനെതിരാണ്. ഞാൻ കുറേ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. കാരണം ഞങ്ങൾ ഇങ്ങനെ ഇതിന് വിധേയമായി. ബട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അത് രാത്രി അങ്ങനെയൊക്കെയുള്ള ഇയാൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ഷോ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചെയ്തിട്ട് പോലും ഷോ കഴിയുമ്പോൾ മിനിമം ഒരു 10-20 ആളുകളെങ്കിലും പുറകിൽ അവരുടെ മാനസിക പ്രശ്നങ്ങൾ പറയാൻ വരും. ഇതിൽ ഇന്നത്തെ തലമുറ, ഇപ്പോൾ ഈ 2K കിഡ്സ് എന്ന് പറയുന്നത്, അവരെ വില കുറച്ച് കാണുന്നതോ നമ്മൾ വലിയ സംഭവമാണെന്നൊന്നും പറയുന്നതൊന്നുമല്ല. പക്ഷെ അവരിൽ വളരെ വലിയൊരു ശതമാനത്തിന് ഇപ്പോഴും ഈ പറഞ്ഞ ഗോസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്രചരിക്കുന്ന വീഡിയോകൾ, ഓജോ ബോർഡ്, അങ്ങനെ പാരാനോർമൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ല, ഇതിൽ അഡിക്ഷൻ ഉള്ള ആളുകളുണ്ട്. എൻ്റെ മകന് രാത്രി ആയി കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഭയമായിരുന്നു. ഒരു പ്രശ്നം, ഒരു അത്ഭുത സംഭവങ്ങൾ നടക്കുമ്പോൾ കമന്റിൽ വരും, ഫാസിൽ ട്രിക്സുമായിട്ട് ബന്ധപ്പെടും, ഇതിന്റെ യാഥാർത്ഥ്യം കൊണ്ടെത്തും ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. അത് മിറാക്കിൾ ബസ്റ്റിംഗ് ആണ്. അതായത് അത്ഭുത സിദ്ധി കാണിക്കുന്ന ആളുകളെ നമ്മൾ അതിപ്പോഴും നമ്മൾ പൊളിച്ചെടുക്കും. ഞാൻ 350 എപ്പിസോഡാണ്, 350 തട്ടിപ്പുകളാണ് പൊളിച്ചത്, ഇന്ത്യയിൽ പ്രചരിച്ചിരുന്നത്. ഇപ്പൊ പലരും വിമർശിക്കുന്ന ആളുകൾക്ക് ആ സമയത്തൊക്കെ എഴുതിയിട്ടിരുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി നീ ചെയ്യുന്നതല്ലേ. ആക്ച്വലി എന്റെ മോണിറ്റൈസേഷൻ ഒക്കെ കട്ടായിട്ട് എത്ര കാലമായി എന്നറിയോ? ഗൾഫ് ഗാലറിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വിലപ്പെട്ട അതിഥിയാണ്. എനിക്ക്, നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. എങ്കിൽ നിങ്ങൾക്കൊരു മാജിക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ മെൻ്റലിസ്റ്റായിട്ട് വന്നത്, കേരളത്തിലേക്ക് ഈ ഒരു മെൻ്റലിസ്റ്റ് പരിപാടി കൊണ്ടുവന്നത്, അതൊരു ട്രിക്സാണ് എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ഞാൻ ചോദിക്കുമ്പം നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പം തെളിഞ്ഞു വന്നിട്ടുള്ളത് ഫാസിൽ ബഷീർ ആണെങ്കിൽ സ്വാഗതം ചെയ്യുന്നു ഫാസിൽ ബഷീറിനെ. ഇക്ക, ഒരുപാട് സന്തോഷമുണ്ട്. ഫാസിൽ ബഷീർ മെൻ്റലിസ്റ്റ്, കേരളത്തിന് ഒരുപക്ഷെ ട്രിക്സ് കൊണ്ടുവന്നിട്ട് അത്ഭുത സിദ്ധികൾ കാണിച്ച് ഒരുപാട് പേര് പ്രശസ്തരാകുമ്പം അതൊക്കെ തകിടം മറിച്ച് അതിൻ്റെ ട്രിക്സുകളൊക്കെ കാണിച്ച് അതിലുപരി കേരളത്തിൽ ഈ മെൻ്റലിസം കൊണ്ടുവന്നിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ വലിയ പരിപാടികൾ അവതരിപ്പിച്ചിട്ട് ഇന്ന് കണ്ണടച്ചിട്ട് ഒരു മെൻ്റലിസ്റ്റിനെ ആലോചിക്കാൻ പറയൂ എന്ന് പറയുമ്പം ഇപ്പോൾ ഞാൻ ഇതിൻ്റെ തുടക്കം പറഞ്ഞതുപോലെ ഫാസിൽ ബഷീറിൻ്റെ മുഖവും സംസാര രീതിയും ആ ഒരു സ്റ്റൈലും ഒരു സ്കെച്ച് ചെയ്തതുപോലെ മനസ്സിനകത്ത് തെളിഞ്ഞു വരും. അപ്പം ഈ ഒരു പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം പറയുകയാണ്. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ചതിന് നന്ദിയും അറിയിക്കുകയാണ് തിരിച്ചു. ഓക്കെ, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. സംഭവം മുൻപേ പരിചയമുള്ളതാണ്, സുഹൃത്തുക്കളാണ്. പക്ഷേ ഒരുപാട് വർഷമായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. പക്ഷെ വീഡിയോസൊക്കെ കാണാറുണ്ട്. വലിയ പരിപാടികളും പ്രശസ്തരും പ്രഗത്ഭരും ഒക്കെ ഫാസിൽ ബഷീർ എന്ന് പറയുന്ന മെൻ്റലിസ്റ്റിനെ കുറിച്ച് പറയുമ്പം ഭയങ്കരമായിട്ട് അഭിമാനം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് 2 ദിവസം മുൻപ് ഗൾഫിലൂടെ എത്തി എനിക്ക് പൂച്ചണ്ടൊക്കെ തന്നിട്ട് പ്രിയപ്പെട്ടവർ സ്വീകരിച്ച്, ഇന്നലെ നിങ്ങളാണെന്ന് വരുന്നതെന്ന് അറിഞ്ഞപ്പം ഉറക്കം മാറ്റി വെച്ചിട്ടും നിങ്ങളെ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരോടൊപ്പം അങ്ങോട്ടേക്ക് വന്നത്. അപ്പം എന്തായാലും ഒരിക്കൽ കൂടി സ്വാഗതം. മെൻ്റലിസ്റ്റ് എന്ന് കേൾക്കുമ്പം ഇപ്പം എനിക്കും അല്ലെങ്കിൽ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ചെറിയൊരു ഫാസിൽ ആണോ ലേശം ഒരു ബാക്ക് അടിക്കേണ്ട ഒരു സംഭവം വന്നിട്ടുണ്ട്. എന്താണ് ഈ മെൻ്റലിസത്തിൻ്റെ മെയിൻ ലക്ഷ്യം, അല്ലെങ്കിൽ അതിലൂടെ എന്താണ് നമ്മൾ ഓഡിയൻസിന് കൊടുക്കുന്നത്, എന്താണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റണം? അല്ല, ഇപ്പോൾ ചോദ്യത്തിൽ ബാക്ക് അടിക്കുന്നത് എന്ന് പറഞ്ഞത് പേടിച്ചിട്ടുള്ളൊരു ബാക്ക് അടിയല്ല ഉദ്ദേശിച്ചതാണ്. ഇപ്പോഴും നമ്മൾ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇപ്പോൾ 2014-15 ആ ഒരു സമയത്താണ് കേരളത്തിൽ മെൻ്റലിസം എന്ന് പറയുന്ന കല വരുന്നത് തന്നെ. തുടക്ക കാലഘട്ടം മുതലേ ഈ കലയിലുള്ള ആളെന്നുള്ള നിലയിൽ ഞാൻ അന്ന് മുതലേ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഉള്ളൊരു കാര്യം
നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരാൾക്കും പറയാൻ പറ്റില്ല അത്. ബട്ട് നിങ്ങളുടെ പെർമിഷൻ വേണം. നമ്മൾ പല കാര്യങ്ങളും അങ്ങോട്ട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അത് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് പൂർണ്ണമായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മെന്റലിസം ആയിക്കോട്ടെ, ഹിപ്നോസിസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്ന് ഇത് എനിക്കുള്ള ഉത്തരമല്ല, കാരണം നിങ്ങളാണ് വരുന്നത്, നിങ്ങളെ പ്രോഗ്രാമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കൂടെയുള്ള സംഘാടകരുടെ ഒരു ഭയ, ഞാൻ പുള്ളിൻ്റെ അടുത്ത് പോകില്ല, ഞാൻ എന്താ എനിക്കും ഡൗട്ടായി. കാരണം എൻ്റെ ഉള്ളിലുള്ളത് നിങ്ങളെങ്ങനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും. നമ്മളൊക്കെ മനുഷ്യന്മാരാ അല്ലേ? അപ്പൊ അതല്ല എന്ന് ബോധ്യപ്പെടുത്തി തന്നതിൽ അല്ല, ഇത് പക്ക ഒരു എന്റർടൈൻമെന്റ് ആണ്, ഇതൊരു ആർട്ട് ഫോം ആണ്, അതായത് ഒരു കലയാണ്. ഇപ്പൊ മാജിക് നിങ്ങൾ കണ്ട് ആസ്വദിക്കില്ലേ മുൻപ്? കൺകെട്ട് കൺകെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കൺകെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കാം. നമുക്ക് എല്ലാവരുടെയും പോയിട്ട് കണ്ണ് കെട്ടാനൊന്നും പറ്റില്ലോ, പക്ഷെ കണ്ണുകളെ മറയ്ക്കാൻ സാധിക്കും. അതായത് എവിടെ എപ്പോഴാണ് ഈ ട്രിക്ക് നടക്കുന്നത് എന്ന് കാണികൾ അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയെ മാത്രമാണ് ഈ കൺകെട്ട് എന്ന് പറയുന്നത്. ഫുള്ള് ട്രിക്സ് തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ മെന്റലിസം ട്രിക്സ് ആണെന്ന് തുടക്കം മുതലേ പറയുന്ന ആളാണ്. ഒരുപക്ഷെ അത് ആദ്യമായിട്ട് പറഞ്ഞതും കേരളത്തിലെ ഈ മെന്റലിസം തുടക്കമിട്ട 2-3 പേരിൽ ഒരാളും ഫസൽ തന്നെയാണ്. അതില് പിന്നെ ട്രിക്സ് ആണ് എന്ന് പറയാനുള്ള ധൈര്യം എന്താ? അല്ല, അത് തെറ്റായ രീതിയിൽ പ്രചരിക്കാൻ ആരംഭിച്ചു. കാരണം ഇതിന്റെ ട്രിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ മെന്റലിസ്റ്റ് എന്നുള്ള ടൈറ്റിൽ ചെയ്യുന്ന ആളുകൾ ആയിരിക്കില്ല ഒരു പക്ഷേ, അതല്ലാത്ത ഇപ്പോൾ പല മതത്തിന്റെ മേലാട ചാർത്തി തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇതിന്റെ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. ഇവർ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. ഇപ്പൊ ഈ കോവിഡിന് ശേഷം നിങ്ങൾ നോക്കി, കുറെ കാലഘട്ടം മുമ്പൊക്കെ നമ്മൾ ഒരു കൗൺസിലിങ്ങിന് പോകാൻ പറഞ്ഞാൽ പോകാത്ത ആളുകൾ, ഒരു സൈക്കോളജിസ്റ്റിനെ ഒന്ന് പോയി ഒന്ന് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ മാനസിക പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ ഇന്നിപ്പോൾ ഈ കോവിഡിന് ശേഷം നോക്കിയാൽ ഇന്ന് സൈക്കോളജിസ്റ്റുകളുടെ അതിപ്രസരമാണ് ഇവിടെ. എല്ലാവരും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും പറയുന്നത് അതാണ്, എനിക്ക് പോകണം. ഞാൻ വരെ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്, നീ ഇന്ന് നാളെ പോകും, ഇന്ന സംഭവത്തിന് പോകും. അപ്പൊ ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചു, എനിക്ക് ചെറിയൊരു കൗൺസിലിംഗ് കിട്ടാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞപ്പോൾ 3500 റുപ്യ പറഞ്ഞു. ഞാൻ എന്റെ പ്രശ്നങ്ങളൊക്കെ മാറി. അപ്പൊ എല്ലാവരും മാനസികമായിട്ട് എന്താ പറയാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അവരവരുടെ പ്രശ്നം വലിയ പ്രശ്നമായിരിക്കും, നമ്മൾക്ക് ചെറുതായിരിക്കാം, അവരവർക്ക് അത് വലിയ പ്രശ്നം തന്നെ ആയിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ചൂഷണം ചെയ്യുകയാണ്. അതായത് ഈ പാവപ്പെട്ട ഇത്തരം മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ഇത്തരം ട്രിക്കുകളൊക്കെ കാണിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ മാറ്റിത്തരാം. ഇപ്പൊ എൻ്റെ ഒരു ഷോ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഷോയിൽ ഫുൾ ട്രിക്സ് മാനിയ എന്ന് തന്നെ എഴുതി കാണിക്കുന്നത് കംപ്ലീറ്റ് ട്രിക്സ് ആണ്. ഈ ട്രിക്സ് ആണെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് കേട്ടോ, കാരണം ഇത് സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സ് എന്നൊന്നും കരുതരുത്. കാരണം ഇത് നിങ്ങളുടെ ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ട്രിക്സുകൾ, അതായത് ഇത് റിയൽ അല്ല. ഇപ്പോൾ നിങ്ങൾ ഹിപ്നോസിസ് ചെയ്താലും ഇതിന് മുമ്പിൽ ഇപ്പോൾ പൃഥ്വിരാജ് നിൽക്കുന്നു, മമ്മൂട്ടി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും റിയൽ ആയിട്ട് അവിടെ മമ്മൂട്ടി വരുന്നില്ല, പൃഥ്വിരാജ് വരുന്നില്ല, ഒന്നും വരുന്നില്ല, നിങ്ങളെ തോന്നിപ്പിക്കുന്നതാണ്. സോ അതിനെ നമുക്ക് ട്രിക്സ് എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ഒരു മനസ്സിനെ കബളിപ്പിക്കുക, അതായത് നമ്മുടെ ബ്രെയിനിനെ കബളിപ്പിക്കുന്ന, നമ്മളൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന ട്രിക്സുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെന്റലിസത്തിലാണെങ്കിലും നിങ്ങളുടെ മനസ്സ് വായിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന ട്രിക്സുകളൊക്കെയാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ട്രിക്സ് ആണ്, ഇത് ട്രിക്സ് മാനിയ എന്നാണ് എൻ്റെ ഷോയുടെ ടൈറ്റിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ തുടക്കം മുതലേ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ഷോ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചെയ്തിട്ട് പോലും ഷോ കഴിയുമ്പോൾ മിനിമം ഒരു 10-20 ആളുകളെങ്കിലും പുറകിൽ അവരുടെ മാനസിക പ്രശ്നങ്ങൾ പറയാൻ വരും. ഞാൻ എപ്പോഴും പറയേണ്ടത്, ഒരു മെന്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളുടെ മാനസിക പ്രശ്നം കേൾക്കാനോ അതിന് പരിഹാരം പറഞ്ഞു തരാനോ പറ്റില്ല. മെന്റലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റാണ്, നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുകയാണ്, അത്ഭുതം ചെയ്ത് നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു കലാകാരനാണ്. ഒരിക്കലും അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ടല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയേണ്ടത്. സൈക്കോളജിസ്റ്റുകളുടെ അടുത്തോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റുകളുടെ അടുത്തോ ആണ് നിങ്ങൾ പോകേണ്ടത്. അതും ഈ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് ഇപ്പോൾ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അയാളുടെ എക്സ്പീരിയൻസ് എന്താണ്, അയാളുടെ ജീവിതാനുഭവം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ആളുകളുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ഒരു ഡിഗ്രി പഠിക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൗൺസിലിംഗ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇതേപോലെ നിങ്ങളെ സജസ്റ്റ് ചെയ്ത ഒരുപാട് ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ കമന്റ് കിടക്കുന്നുണ്ട്. 3-4 കൊല്ലങ്ങൾക്ക് മുൻപും ഇപ്പോഴും ആരെങ്കിലും ഏതെങ്കിലും നാട്ടിൽ ഒരാൾക്ക് ഒരു അത്ഭുത സിദ്ധി ഉണ്ട് അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം, അതായത് ഫാസിൽ ബഷീർ എന്ന് പറയുന്ന ആള് മെന്റലിസ്റ്റ് ആണോ അല്ലെ ഇന്ന ആളാണോ എന്താണെന്നൊന്നും ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നതിന് മുൻപ് വന്നത്, ഒരു പ്രശ്നമോ ഒരു അത്ഭുത സംഭവങ്ങൾ നടക്കുമ്പോൾ കമന്റിൽ വരും, ഫാസിൽ ട്രിക്സുമായിട്ട് ബന്ധപ്പെടൂ, ഇതിന്റെ യാഥാർത്ഥ്യം കൊണ്ടെത്തണം. ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. അത് മിറാക്കിൾ ബസ്റ്റിംഗ് ആണ്, അതായത് അത്ഭുത സിദ്ധി കാണിക്കുന്ന ആളുകളെ നമ്മൾ അതിപ്പോഴും നമ്മൾ പൊളിച്ചെടുക്കും. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ആ പ്രോഗ്രാം ഇല്ല, അവര് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ, അല്ല കുറെ ആളുകളെ വരുമാനം ഉണ്ട്. ഞാൻ ഒരു സിനിമ കാണുന്ന രീതിയിൽ കണ്ട പരിപാടികളാണ്. ഇതിന്റെ ഏറ്റവും വലിയ
ഇഷ്ടങ്ങളിൽ ഒന്നേനു. കാരണം ഒരു സ്ഥലത്തൊരു തട്ടിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല നമ്മളെ ബുദ്ധിയിൽ. പക്ഷെ നിങ്ങളത് മെനക്കെട്ട് പ്രയാസപ്പെട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇത് കളവാണ്, ഇത് തട്ടിപ്പാണെന്ന് പറയുമ്പോൾ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് കുറെ കാലം നിന്ന് കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾക്ക് അതിനകത്ത് വിഷമം ഉണ്ടായി. ഏത് രീതിയിലാണ് കൊട്ടേഷൻ വന്നതെന്ന് പറയാം, അല്ലെങ്കിൽ പെർസെന്റേജ് അല്ല കൊട്ടേഷൻ വന്നത് കൊണ്ട് നിർത്തിയതൊന്നും അല്ല അത്. കൊട്ടേഷൻ അങ്ങനെയാണെങ്കിൽ ഞാൻ തുടക്കം മുതലേ അവസാനിപ്പിക്കേണ്ടതാണ്. ഏറ്റവും ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടായില്ലേ? ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ. പക്ഷെ ഇന്ന് എന്നെക്കാളും ഒക്കെ നന്നായിട്ട് പറയുന്ന ഒരുപാട് ആളുകളുണ്ടെന്നേ. ഞാൻ ആ പറയുന്ന സമയത്ത് അധികം ആളുകൾ അങ്ങനെ ആ ഒരു മേഖലയിൽ കൈവച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ പലരും ഇങ്ങനെ പ്രഭാഷണങ്ങളിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെ പറയുമെങ്കിലും ഇന്ന സ്ഥലത്ത് ഏതോ ഒരു സിദ്ധൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൂടുതൽ പറയാ. ഇന്ന വ്യക്തിയാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടൊന്നും ആരും അവതരിപ്പിക്കില്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ ഞാനത് കൃത്യമായിട്ട് ഇന്ന ആളാണ് ചെയ്തത് എന്നുള്ളത് അയാളെ നിങ്ങളുടെ ധൈര്യമായിരുന്നു. നമുക്ക് കാണുമ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത് 100% നമുക്ക് തെളിവോട് കൂടിയാണ്, നമ്മൾ പറയുന്ന കാര്യം സത്യമാണ്, നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഉള്ള ഒരു ധൈര്യമാണത്. നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇപ്പൊ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാനൊക്കെ കരുതിയിരുന്നത്, അതായത് സയൻസ് പുരോഗമിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതനുസരിച്ച് ഈ അന്ധവിശ്വാസങ്ങൾക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്കും ഇളവുണ്ടാവും അല്ലെങ്കിൽ കുറവുണ്ടാവും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റാണ് എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി. കാരണം ഇന്ന് അത്രയധികം കൂടെയാണ്. ഇപ്പോൾ ശരിക്കും ട്രിക്സ് എന്ന് പറയുന്ന ചാനലിൽ ഞാനിപ്പോൾ ഒരു കണ്ടന്റ് ചെയ്താൽ അതിനെ ഉപമിക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു സുനാമി വരുന്നു അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് വരുന്നു, എൻ്റെ കയ്യിലുള്ളത് ഒരു മുറമാണ്. ആ മുറം കൊണ്ട് എനിക്ക് തടുക്കാൻ പറ്റുന്നതേ എനിക്ക് തടഞ്ഞു നിർത്താൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ ട്രിക്സ് ചാനലിന്റെ അവസ്ഥ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവർക്കെതിരെ ഒരുപാടാണ്, പ്രളയം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്, അത്രയധികം ആൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് പരിമിതി ഉണ്ട്. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ നിയമങ്ങൾ വെച്ചിട്ട് നമുക്ക് യാതൊരു സപ്പോർട്ടും കിട്ടുന്നില്ല. കാരണം കോപ്പിറൈറ്റിന്റെ ക്ലെയിം പിന്നെ ഇപ്പം അറിയാലോ, അതായത് മറ്റുള്ള കണ്ടന്റ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. 1, 2, 10, 20, ഇനി 30, 50 ഉപയോഗിച്ചാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ഞാൻ 350 എപ്പിസോഡാണ്, 350 തട്ടിപ്പുകളാണ് പൊളിച്ചത് ഇന്ത്യയിൽ പ്രചരിച്ചിരുന്നത്. ഈ 350 എപ്പിസോഡും ഞാൻ മറ്റുള്ള കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം പ്രശ്നം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രശ്നമാണ്. കാരണം ഇനി ഞാൻ ചെയ്താൽ ഒരു പക്ഷേ എൻ്റെ ചാനൽ കയ്യിൽ നിന്ന് പോവാം. ഇപ്പോൾ എനിക്ക് ഒരു യൂട്യൂബിൽ 8 ലക്ഷം ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയത് എന്തോ ഒരു 2 വർഷം 3 വർഷം മുമ്പാണ്. അവിടെ സ്റ്റെക്കാണ്, അവിടെ നിൽക്കുകയാണ്, അതായത് അനങ്ങാതെ. പിന്നെ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് പിന്നെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുകയോ കുറയോ, അതായത് ആളുകളിലേക്ക് ഇത് എത്തുന്നതിനെ അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം ഇതൊരു പ്രശ്നമുള്ള ഒരു ചാനലാണ്, ഞാൻ ചെയ്യുന്നത് ഒരു പ്രശ്നമുള്ള കണ്ടന്റ് ആണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ. നിങ്ങളല്ല പ്രശ്നം, ബാക്കിയുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചാനൽ, അതാണ് അതിന്റെ ഉത്തരവ്. അതെ അതെ. ഫേസ്ബുക്ക് ആണെങ്കിൽ പിന്നെ അറിയാം ഭയങ്കര സെൻസിറ്റീവ്, അതിന്റെ നിയമങ്ങൾ എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെ ചേഞ്ച് ആണെന്നൊന്നും നമുക്ക് പറയാം. പറഞ്ഞു വന്നതില് പുതിയ തലമുറ, ഇപ്പോഴത്തെ കുട്ടികൾ അറിവിന്റെ കാര്യത്തിലും എക്സ്പീരിയൻസിന്റെ കാര്യത്തിലും പഠിക്കുന്ന കാര്യത്തിലും സയൻസ് പരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അന്ധവിശ്വാസങ്ങളിലൊന്നും പെടാതെ ഫ്രഷായിട്ട് എല്ലാ പോസിറ്റീവായിട്ട് കണ്ടെത്താനും പറയാനും ഒക്കെ തയ്യാറായിട്ടുള്ള കുട്ടികൾ. തെറ്റായ ധാരണയാണ്. അതെയാ, അല്ലാന്നാണ് പറയുന്നത്. അല്ല അല്ല, അതെ ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു അന്ധവിശ്വാസം കുറഞ്ഞു വരേണ്ട ടെക്നോളജിയാണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത്, ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഫാസിൽ ബഷീർ പറയാണ് കൂടുതൽ അന്ധവിശ്വാസം പഴയ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ ഈ കാലഘട്ടത്തിലാണ്. ഞാൻ എപ്പോഴും സംസാരിക്കുന്ന എന്റെ അനുഭവം കേട്ടോ. ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ എന്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ പറയാറില്ല. ഇപ്പോൾ മോട്ടിവേഷൻ ഞാൻ കൊടുക്കണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കാര്യം മാത്രമേ ഞാൻ മോട്ടിവേഷനായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കൂ, പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കുള്ളൂ. ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്. ഇപ്പോൾ എല്ലാം തികഞ്ഞവനൊന്നുമല്ല മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ പറയാത്ത കാര്യങ്ങളിൽ ഞാൻ മോശമായിട്ടുള്ള ആളാണെന്ന് വേണമെങ്കിൽ കണക്കാക്കാം. ഞാൻ എന്തെങ്കിലും പബ്ലിക്കിലേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കാര്യമായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പോൾ ഇപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം. കാരണം ഇപ്പൊ ഈ അടുത്ത് തന്നെ ഞാൻ കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകളാണെങ്കിലും ഹിപ്നോസിസ് ഷോകൾക്കാണെങ്കിലും മെന്റലിസം ഷോകൾക്കാണെങ്കിലും പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒക്കെ നമ്മൾ പോകാറുണ്ട്. പലരും വിളിച്ചിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു Q&A കൊടുക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, മീൻസ് അവർക്ക് ചോദ്യം ചോദിക്കാൻ പറയാം. ഇതിൽ ഇന്നത്തെ തലമുറ ഇപ്പോൾ ഈ 2K കിഡ്സ് എന്ന് പറയുന്നത് അവരെ വില കുറച്ച് കാണുന്നതോ നമ്മൾ വലിയ സംഭവമാണെന്നൊന്നും പറയുന്നൊന്നുമല്ല. പക്ഷെ അവരിൽ വളരെ വലിയൊരു ശതമാനത്തിന് ഇപ്പോഴും ഈ പറഞ്ഞ ഗോസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്രചരിക്കുന്ന വീഡിയോകൾ, ഓജോ ബോർഡ്, അങ്ങനെ പാരാനോർമൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതിൽ അഡിക്ഷൻ ഉള്ള ആളുകളുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത, അതായത് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും. ഇപ്പം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാം. ഇപ്പോൾ ഈ അടുത്ത് കണ്ടു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതായത് ആളുകളുടെ മൈൻഡ് പവർ വർദ്ധിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സ്പൂണൊക്കെ ഇങ്ങനെ കുട്ടികളുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നോക്കി വളക്കുന്നു. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എക്സ്പോസ്ഡ് ആയ സാധനങ്ങളാണ്. ഇതൊക്കെ ഒരുപാട് ആളുകൾ തട്ടിപ്പായിട്ട് ഒരുപാട് കാലഘട്ടം മുമ്പ് ഉപയോഗിച്ചാണ്. ഇതൊക്കെ ട്രിക്സ് ചാനലിന് മുൻപ് നമ്മൾ എക്സ്പോസ് ചെയ്താണ്, റിവീൽ ചെയ്താണ്. എന്നാൽ ഇന്ന് വീണ്ടും ഇത് കാണുമ്പോൾ ആളുകൾ ഇപ്പോൾ പല രീതിയിൽ
ഇപ്പോൾ വീഡിയോ എടുത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രചരിപ്പിക്കാമല്ലോ. അപ്പോൾ നേരിട്ട് പോയിട്ട് അവരുടെ അടുത്ത് നിങ്ങളൊരു സ്പൂൺ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതൊന്ന് വളച്ച് കാണിക്കുക, നിങ്ങൾ കൊടുത്തൊരു സ്പൂൺ കൊടുത്തിട്ട് വളച്ച് കാണിക്കാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടും. അപ്പോൾ ഇതിപ്പോൾ ഞാനിത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രിക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്നെ ചോദ്യം ചെയ്യാൻ ഇന്ന് ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷേ ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ സേഫാണ്, അവർക്ക് പ്രശ്നമില്ലത്. നമ്മളിതിൻ്റെ റിയാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും ഇവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ഇന്നത്തെ തലമുറ. അവരത് വിശ്വസിച്ച് പോയിട്ടുണ്ടെങ്കിൽ, എല്ലാവരും അല്ല കേട്ടോ, ഈ പറഞ്ഞ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നതെന്ന് വിചാരിക്കരുത്, എല്ലാവരും അല്ല. പക്ഷെ ഒരു വലിയൊരു വിഭാഗം ഇന്ന് ഇത്തരം കാര്യങ്ങളുടെ പുറകിലുണ്ട്. ഈ ഗോസ്റ്റിൻ്റെ ആണ്. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയിട്ട് ഓജോ ബോർഡ് സത്യമാണെന്ന് വിശ്വസിച്ച് അത് ബാധിക്കുകയാണ്. നമ്മളതിന് പല രീതിയിലുള്ള ബ്രെയിൻ ടെസ്റ്റുകൾ കാണിച്ചു കൊടുത്തു, പല കാര്യങ്ങൾ. ഓജോ ബോർഡിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്, ഇതെന്താണ്, ഇത് ഏത് കളിപ്പാട്ട നിർമ്മാണ കമ്പനിയാണ് ഇത് ഇറക്കിയത്, അതിന്റെ പാറ്റന്റ് ആർക്കാണ്, ഫുൾ സകലമായ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ട് പോലും കുട്ടികൾ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം അവരുടെ വിശ്വാസത്തിൽ അത് റിയൽ. ഈ ഒരു വിശ്വാസം MDMA, മയക്കുമരുന്ന് അങ്ങനെയുള്ള ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. അത് എന്തെങ്കിലും ലോജിക് ഉണ്ട് ഈ ഒരു സംഭവം? ഇല്ല, അതല്ല. അല്ലാതെ തന്നെ ഇവരുടെ ഈ ബ്രെയിനിൽ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ നമ്മളെപ്പോഴും ചെറിയ പ്രായത്തിൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ബ്രെയിനിൽ കയറുന്ന ആശയങ്ങളുണ്ടല്ലോ, അതിപ്പോൾ എന്ത് തന്നെ ആയാലും അത് അവന് എത്ര വലിയ വിദ്യാഭ്യാസം നേടിയാലും അല്ലെങ്കിൽ വലിയ ഉന്നത പദവിയിലെത്തിയാലും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും, അവിടെ കിടക്കും. അപ്പൊ പിന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പൊ ഞാൻ എന്നെ ഈ കാര്യം പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. കാരണം അവരങ്ങനെയാണ്. അതെ, അവര് പിന്നെ അവര് തന്നെ ശ്രമിക്കാതെ നടക്കില്ല. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവര് ഒരു തീരുമാനം എടുത്തിരിക്കുന്ന ആളുകളാണ്, അത് സത്യമാണെന്ന്. ഞാൻ എന്ത് പറയുമ്പോഴും അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനത്തെ ഒരു മനസ്സോട് കൂടിയാണ് അവർ കേൾക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 1000 കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ 10 പേരെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇന്നത്തെ ഈ തലമുറയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ധവിശ്വാസങ്ങൾ പൂർണ്ണമായിട്ടില്ല, അല്ലെങ്കിൽ സയൻസ് പുരോഗമിക്കുന്നതനുസരിച്ച് അതൊക്കെ മാറി എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ഇന്ന് കൂടുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതിനുള്ള സാധ്യതകൾ ഒരുപാട് ഒരുപാട് കൂടുതലാണെന്ന്. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തും വലിയ വലിയ ഷോ ഒരുപാട് പ്രശസ്തരും പ്രഗത്ഭരും ഒക്കെ വന്നിട്ട് കാണികളായിട്ടും അതിൽ പങ്കെടുക്കുന്നവരായിട്ടും ഒക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെ എൻഡിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക ഒരു സമയം അവിടെ വന്നത് ശരിക്കും ലൈഫിലൊരു പവർഫുള്ളായിട്ടുള്ള കുറച്ച് സമയങ്ങളൊക്കെയാണ്. ഫാസിൽ ഭായിക്ക് ഒരുപാട് എന്താ പറയുക, ഇതൊന്നും കാണാത്ത സാധാരണക്കാർക്ക് ആ പരിപാടിയിൽ വന്ന് പങ്കെടുത്തിട്ട് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് എനർജി കിട്ടിയതുപോലെ കാണികൾക്കും തോന്നിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനിവിടെ വന്ന് ഇരുന്ന് മെൻ്റലിസ്റ്റ് എന്ന് പറയുമ്പം ഏത് കാറ്റഗറിയിൽ പെടും എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അതൊരു ആർട്ടിസ്റ്റ് പോലെ ഒരു കലാകാരനായി മാറി ബാക്കിയുള്ള മുന്നിലിരിക്കുന്ന ആളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ചെയ്ത് വിജയിപ്പിച്ച് അത്ഭുതപ്പെടുത്തേണ്ട ഒരു സംഭവമാണ്. കുറേ ആളുകളുടെ സംശയത്തിനുള്ള ഉത്തരം അതാണ്. ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ വെറുതെ ഒരാവശ്യമില്ലാണ്ട് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. എന്നെ 2 ഐറ്റം കാണിച്ചിട്ട് മെൻ്റലി ഹെൽത്തി, എൻ്റെ കാഴ്ചകൾക്ക് എല്ലാത്തിനും നിറം പകർന്ന് പവർ നിറന്ന്. അതിൻ്റെ ഉത്തരം തന്നെയാണ് നിങ്ങൾ നേരത്തെ എനിക്ക് ലാസ്റ്റിലേക്ക് പറഞ്ഞു തന്നെ. നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത്, നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാൾക്ക് കണ്ടെത്താൻ തീർച്ചയായിട്ടും നമ്മൾ അയാളോടൊപ്പം സഹകരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ സഹകരിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആൻസർ. അല്ല നിങ്ങൾ ഒറ്റൊരു കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഭയക്കുന്ന രീതിയിൽ ഒരു മെന്റലിസ്റ്റിന് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് നമ്മുടെ എന്താ പറയാ പോലീസിന് വേണ്ടി അത് ഉപയോഗിച്ചൂടെ? പിന്നെ ഇവിടെ ക്രൈം നടക്കുമോ? ഈ ഇത്രയും കഷ്ടപ്പെട്ട് അവർ അന്വേഷിച്ച് തെളിവ് തേടി പോകുന്ന എന്തോരം ബുദ്ധിമുട്ടിയാണ് ഒരു പ്രതിയെ പിടിച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങളിലുള്ള കണ്ടന്റ് സത്യസന്ധമായിട്ട് ജനങ്ങൾക്ക് ഇത് ഇത്രയേ ഉള്ളൂ, ഇത് ഇന്നതാണ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞിട്ട് ജനങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഭീകരത ഇല്ല എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് നഷ്ടമാണ്. പക്ഷെ അവിടെ സത്യം പറഞ്ഞിട്ട് നിങ്ങൾക്കത് നഷ്ടമായാലും അല്ലെങ്കിൽ അതിൽ പേര് കുറച്ച് കുറഞ്ഞാലും എൻ്റെ കയ്യിലുള്ള കണ്ടന്റിൻ്റെ ഇത് ഇന്നതാണ്, അതിനെ സിമ്പിളാക്കി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് അത് നിങ്ങളും കൂടെ എന്നോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതന്നെയാണ് ഫാസിൽ ട്രിക്സിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവർ ചെയ്ത ചൂഷണത്തിനെ ഡബിളായിട്ട് വീണ്ടും ചെയ്യാൻ അവസരം കിട്ടും, മാർക്കറ്റ് ചെയ്യുക. അവിടെ മാർക്കറ്റിംഗ് എന്നതിലുപരി നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളിൽ കണ്ട ഒരു കലാകാരൻ,
സത്യം പറഞ്ഞിട്ട് ആളുകൾ മനസ്സിലാക്കി കൊടുക്കുക. ഒരു അധ്യാപകൻ, അത് നമ്മളുടെ ഒരു ലക്ഷ്യം. നമ്മളിപ്പോൾ ഒരു ഭൂമിയിൽ നിന്ന് എത്ര നാൾ ജീവിക്കുന്നൊക്കെ നമുക്കറിയാം. നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഒരു മനുഷ്യന്റെ ഒരു ആയുസ് എത്രത്തോളം ഒക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ആളുകൾക്ക് നമ്മൾ മനസ്സിലാക്കി ഇത്രയും കാലം കൊണ്ട് നമ്മൾ ഒരുപാട് യാത്ര ചെയ്തും ഒരുപാട് കഷ്ടപ്പെട്ടും സ്ട്രഗിൾ ചെയ്തും ഒക്കെ നമ്മൾ കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ, അതും ഞാൻ പറഞ്ഞു എല്ലാവർക്കും നമ്മൾ പറയുന്ന കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷെ അതിൽ നിന്ന് കുറച്ച് ആളുകൾ മനസ്സിലാക്കിയാൽ, ഇപ്പോൾ ട്രിക്സിൽ ഞാൻ പറഞ്ഞല്ലോ 8 ലക്ഷം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒരു 2-3 വർഷം മുമ്പേ ഇങ്ങനെ അവിടെ അത്രയും ആളുകൾ നിൽക്കുകയാണ്. വളരെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ അതിന്റെ എണ്ണം മില്യനൊക്കെ കഴിഞ്ഞ് പോയാൽ ഫേസ്ബുക്കിൽ നോക്കിയാണെങ്കിൽ ഒരു 3.5 ലക്ഷമാണ്. അതൊക്കെ കുറേ നാളായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്ന. ഇത്ര അധികം ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്നെ അറിയാം, അവർക്ക് അത്ര അധികം ആളുകൾക്ക് എന്നെ അറിയാം. സബ്സ്ക്രൈബ് ചെയ്യണമെന്നിട്ട് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ടാണല്ലോ. അതായത് സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും വിമർശിക്കാനാണെങ്കിലും ഫോളോ ചെയ്യാം, ലൈക്ക് ചെയ്യാം, എന്തും ചെയ്യാം. തുടർന്ന് നമ്മളെ പിന്തുടരുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. അപ്പോൾ അത്ര ആളുകൾക്ക് എന്നെ അറിയാം. അപ്പോൾ അതിൽ നിന്ന് ഒരു വലിയൊരു ശതമാനം ആളുകളെ മാനസികമായിട്ട് ഞാൻ അതായത് തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു വ്യാജമായിട്ടുള്ളൊരു വാർത്ത കണ്ടാൽ അല്ലെങ്കിൽ ഒരു അത്ഭുതം കണ്ടാൽ ഞാൻ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ഈ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അവർ ഒരിക്കലും അതെടുത്ത് ഉടനെ തന്നെ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കാനോ അത് വലിയ അത്ഭുതമാണെന്ന് പറയാനോ തയ്യാറാവില്ല. തീർച്ചയായിട്ടും അവരത് അതിൻ്റെ പിന്നിൽ അന്വേഷിക്കാൻ തയ്യാറാവും. ഇനി അവർക്ക് അതിൻ്റെ കാരണം അറിയില്ലെങ്കിൽ പോലും അവർ ചിന്തിക്കും ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണം ഉണ്ടാവും. മനസ്സിലായില്ല? പെട്ടെന്ന് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതേ രീതിയിൽ കുറെ ആളുകളെ, അതായത് ഒരു ചെറിയൊരു സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ട്രിക്സ് ചാനൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഞാനടക്കമുള്ള ആളുകൾ എന്തെങ്കിലും ഒരു ഗിമ്മിക്സ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ കാണുമ്പോൾ പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല. കാരണം അതിനൊരു ആൻസർ വരും എന്നുള്ളത് ഉറപ്പ്. അത് നിങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കുറെ ആൾ ഭയപ്പെട്ടിട്ടുണ്ട്, കുറെ ആൾ അതിൽ സന്തോഷിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ചും കൂടെ വളരെ ഒരു സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കൊച്ചുകുട്ടികളുടെ ഭയം മാറ്റാൻ എൻ്റെ വീഡിയോകൾക്ക് സാധിച്ചു എന്ന് പാരൻസ് കാണുമ്പോൾ പറയും, ടീച്ചേഴ്സ് കാണുമ്പോൾ പറയും. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കിയ കാര്യം. അതെ. കാരണം ഈ ഓജോ ബോർഡ് പോലെയുള്ള ഈ ഗോസ്റ്റ് ഗെയിമുകളുണ്ട്, കൊച്ചുകുട്ടികൾക്കിടയിൽ ഭയങ്കര ഭയം ഉണ്ടാക്കുന്ന ഗെയിമുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായ തെളിവോടുകൂടി മനസ്സിലാക്കി കൊടുത്തപ്പോൾ അത് കാരണം അവർ ഫ്രഷ് ബ്രെയിനല്ലേ അവരുടെ ഈ ബ്രെയിനിലേക്ക് ഈ ആശയങ്ങൾ കയറുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് പാരൻസ് ഈ വീഡിയോ കണ്ടിട്ട് അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. അധ്യാപകർ കൃത്യമായിട്ട് നമ്മുടെ എവിഡൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് കുട്ടികളെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഭയം മാറി. പലരും എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകന് രാത്രി ആയി കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഭയമായിരുന്നു. കാരണം ആരെങ്കിലും കാല് പിടിച്ച് വലിക്കും എന്നുള്ളൊരു തോന്നൽ അവന്, അല്ലെങ്കിൽ ഈ മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകാൻ ഭയമായിരുന്നു. പക്ഷെ നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പൊ അവന് ഒരു പ്രശ്നമില്ല. നമ്മൾ പോലും അറിയാണ്ട്, നിങ്ങൾ പോലും അറിയാണ്ട് ഒരുപാട് കുട്ടികൾക്ക് അതൊരു പോസിറ്റീവ്. അതെ. അല്ല, അത് അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ പിന്നെ എത്ര വലിയ ഭീഷണി ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ കണ്ടന്റ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പലരും വിമർശിക്കുന്ന ആളുകൾക്ക് ആ സമയത്തൊക്കെ എഴുതിയിട്ടിരുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി നീ ചെയ്യുന്നതല്ലേ. ആക്ച്വലി എന്റെ മോണിറ്റൈസേഷൻ ഒക്കെ കട്ടായിട്ട് എത്ര കാലമായി എന്നറിയോ? കാരണം അത്രയധികം വീഡിയോകൾക്കാണ് കോപ്പിറൈറ്റ് വന്നിരിക്കുന്നത്. നമ്മളങ്ങനെ വരുമാനം പ്രതീക്ഷിച്ചൊന്നും ചെയ്തൊന്നുമല്ല. നമ്മൾ മറ്റുള്ള ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു നമ്മൾ ഇതിനകത്ത് കൊണ്ടുപോയി ചെയ്തിരുന്നത്. കാരണം ട്രാവൽ ചെയ്യണം, ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നേരിട്ടൊക്കെ പോയിട്ട് നമ്മൾ ചെയ്തിട്ടിരുന്നത്. ഇത് കാണുന്നവരുടെ ഹൃദയത്തിൽ എന്തൊക്കെയൊക്കെയോ തോന്നലുകൾ വന്നു തുടങ്ങുന്നതിൽ ഒരു തോന്നൽ ഞാൻ പറയട്ടെ. നിങ്ങൾ നന്നായിട്ട് പാടും, നല്ല ശബ്ദത്തിനുടമയാണ്. അപ്പൊ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ ഹൃദയം ഇങ്ങനെ പടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് നിർബന്ധമാണ്. പാട്ടൊന്നും ഇപ്പൊ പാടുന്നില്ല, രണ്ടുപേരും അങ്ങനെയല്ല. അതിന്റെ റൂട്ടല്ല. കാരണം നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കൂല എന്ന് പറയുമ്പോൾ ആളുകൾ നിങ്ങളെ അത് നമുക്ക് എന്തായാലും ഇത് ഇന്റർവ്യൂ അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് പാട്ട് പാടാം. അതിനായിട്ടാണ് എന്റെ അടുത്ത് ഇന്റർവ്യൂവിൽ ഇരുന്ന് പാട്ട് പാടുന്നത്. ഞാനത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മനുഷ്യൻ സാങ്കേതിക വിദ്യ ഒരുപാട് പുരോഗമിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കേക്ക് ആ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ അത്യാവശ്യം വെറുതെ പാടിയൊക്കെ ഇടുന്നത്. ഓക്കെ, അല്ല പാടാം, നമുക്ക് നോക്കാം. ഇപ്പൊ പാടില്ല, എന്തായാലും ഇന്റർവ്യൂ തീരുന്നതിന് മുമ്പ് നോക്കാം. ഇനി അപ്പൊ ഞാൻ അടുത്ത കാര്യത്തിലേക്ക് കിടക്കാണ്. നാട്ടിൽ നിന്ന് കടൽ കടന്നിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാടായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഫ്ലൈറ്റിൽ ആരാധകരുണ്ടാവും. സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് സജീവമായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇതൊക്കെ മുകളിലേക്ക് ഇനിയും പോകും. നമ്മുടെ മുഖം പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ഫേസാണ് സംസാര രീതി. ആളുകൾ തിരിച്ചറിയുമ്പം ഒരു മെൻ്റലിസ്റ്റ് ആയതിൻ്റെ പേരിൽ നമ്മുടെ സ്വന്തം ഒരു കലാകാരൻ എന്ന രീതിയിൽ വന്ന് പരിചയപ്പെടുന്നവരുടെ മുഖത്ത് ഭയം കണ്ടിട്ടുണ്ടോ?
അത് തമാശ രീതിയിലുള്ള ഭയമാണ്, അല്ലാതെ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഭയമൊന്നും കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ഭയപ്പെട്ടിട്ട് മാറിപ്പോയിട്ടുണ്ടോ മാറിപ്പോയിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് വന്നിട്ടുള്ള ആളുകൾ എല്ലാവരും തമാശ രീതിയിൽ ഇങ്ങനെ പറയാറ്. ഇപ്പൊ കൂടുതലും ഇങ്ങനെ ദുബായ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പ്രോഗ്രാമിന് വരുമ്പോഴാണ് സ്ത്രീകൾ കണ്ടിട്ട് ഇങ്ങനെ മുഖത്ത് കണ്ണിലേക്ക് ഞാൻ നോക്കുന്നില്ല, കണ്ണിലേക്ക് നോക്കുന്നില്ല എന്നൊക്കെ പറയും, വെറുതെ തമാശ രീതിയിൽ. അതിങ്ങനെ ഷോളൊക്കെ വെച്ച് ഇങ്ങനെ മറച്ചിട്ടൊക്കെ ഇങ്ങനെ പോകും. കൊച്ചിന്ന് എന്താ അല്ല ഇനി എന്റെ മനസ്സിലുള്ളൊക്കെ പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൊച്ചിന്ന് ദുബായിലേക്ക് വരുന്നു. JV ട്രാവൽസിന്റെ ഹാങ് ഔട്ട് ക്യാമ്പിലേക്ക് പങ്കെടുക്കാൻ വരുന്നു. കല്ലുണ്ട്, ബഷീർക്കുണ്ട്, ഞാനുണ്ട്, പിന്നെ മക്കബൂലുണ്ട്, വേറെയും കുറേ കലാകാരന്മാരുണ്ട്. ഈ ഫ്ലൈറ്റ് യാത്രയിൽ പിന്നെ കുറച്ച് ആളുകൾ പരിചയപ്പെടാൻ വന്നിട്ടുണ്ടാവും. അവര് എന്ത് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു? അല്ല ഈ യാത്രയിലാണോ ഇപ്പൊ ഇതിനു വേണ്ടി വന്ന യാത്രയിൽ എനിക്ക് തോന്നുന്നു ഒരു 10-12 അത്ര ആളുകളായിരിക്കാം ഒരു പക്ഷെ ഇപ്പൊ യാത്രയിൽ വന്നത്. അവര് വെറും സെൽഫി മാത്രമാണ്. സെൽഫി എടുക്കുക. അവര് പ്രോഗ്രാം കണ്ടിട്ടുണ്ട്, സ്റ്റേജ് ഷോ കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പൊ നെക്സ്റ്റ് അപ്ഡേറ്റ്, അതായത് ഇനി എന്നാണ് ദുബായിൽ എന്നുള്ളതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇപ്പൊ കണ്ട ആളുകൾ അങ്ങനെയാണ് എല്ലാവരും. അവരെല്ലാവരും ഇങ്ങോട്ട് തന്നെ യാത്ര ചെയ്യുന്ന ആളുകളായിരുന്നല്ലോ. അപ്പൊ ഇനി ഈ പ്രോഗ്രാം കാണാൻ വരാൻ പറ്റൂ? അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്, നെക്സ്റ്റ് ടൈം എന്തായാലും നമ്മൾ അറിയിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്ന് പോയിട്ടല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അതെ അതെ, ഞാനൊരു കുറച്ച് അതായത് ഓണം പരിപാടി ഇപ്പൊ കഴിഞ്ഞ മാസം. ഇവിടെ ഓണം ഇപ്പോഴും തീരുമില്ല, പെരുന്നാൾക്ക് തീരുള്ളൂ. ഗൾഫിനെ സംബന്ധിച്ച് ഫ്രീ ഉള്ള സമയത്തും ഡേറ്റ് നോക്കിയിട്ടൊക്കെയാണ്. ഇനി ഒരുപാട് 12 മാസവും എല്ലാ ആഘോഷങ്ങളായിട്ട് വീണ്ടും എന്നും ക്രിസ്മസ് വരെ ഓണാഘോഷം. ഒറ്റ കാര്യം ചെയ്യട്ടെ, ആദ്യമായിട്ടാണോ പിന്നെ ദുബായിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ? ഇല്ല, ഇതിനു മുമ്പ് ഞാൻ റേഡിയോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതുപോലത്തെ ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ടാണ്. അതെ അതെ. ഓക്കെ. രണ്ടാമത്തെ എൻ്റെ ഒരു സംശയം ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്. മെന്റലിസ്റ്റ് ആയിട്ട് ഇപ്പം ഒരുപാട് തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കഴിയുമ്പം എന്താ പറയുക, വേദികൾ കൂടും, സമയമില്ലാണ്ടാവും. അത് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ഈ മേഖലയിലേക്ക് വരുമ്പം എല്ലാവരും ആവശ്യപ്പെട്ടു തുടങ്ങും. അപ്പം അതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വിജയിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. പിന്നെ ഈ ട്രിക്സ് കണ്ട് അതിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്, പേടി മാറിയിട്ടുണ്ട്, കള്ളത്തരങ്ങൾ പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഭാവി പരിപാടിയിലേക്ക് മൊത്തത്തിൽ മെൻ്റലിസ്റ്റ് പ്രോഗ്രാമുമായിട്ട് മൊത്തത്തിലുള്ള യാത്രയാണ്. അതായത് ട്രിക്സ് ഇല്ല എന്നുള്ളതാണോ ചാനല്? അതാണോ ചോദ്യം? അല്ല, അത് നമ്മൾ ഇടപെടേണ്ട ഒരു വിഷയമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ ഇടപെടും. നമ്മളങ്ങനെ പൂർണ്ണമായിട്ടും നിർത്തി അങ്ങനെ പേടിപ്പിച്ച് നമ്മളെ ഓടിക്കാനൊന്നും ആരും വിചാരിച്ചാലും നടക്കില്ല. ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളതൊന്നുമില്ല. അല്ല, നമ്മള് പക്ഷെ ഞാൻ പറയില്ല, ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ ആ ഒരു നിയമങ്ങൾ ചേഞ്ച് ആയതാണ് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ഇട്ടാൽ അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ പല യൂട്യൂബേഴ്സും ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ ഞാനൊരു കണ്ടന്റ് ഇട്ടാൽ വിത്തിൻ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും അതിനകത്ത്. കാരണം അതിനകത്ത് ഞാൻ കുറേ മറ്റുള്ള കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് പബ്ലിക്കിലേക്ക് പോകില്ല. അത് പിന്നെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ആരും കാണുന്നില്ലെങ്കിൽ, പിന്നെ ആരിലേക്ക് എത്തുന്നില്ലെങ്കിൽ, പിന്നെ നമ്മളത് ടൈം വേസ്റ്റ് ആണല്ലോ. സത്യത്തിൽ ഇപ്പോൾ ഞാനൊരു പുതിയ ഫോർമാറ്റിൽ എങ്ങനെ ഇത് അവതരിപ്പിക്കാം എന്നുള്ള ചിന്തയിലാണ്. അതായത് നമ്മൾ വിട്ടുകളയൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ റീൽ യുഗമാണ്. ഇപ്പോൾ ഫുൾ ലെങ്ത് വീഡിയോ ഒന്നും കാണാൻ ആളുകൾക്ക് താല്പര്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാനും അത് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രോഫിറ്റ് അതിനകത്ത് കിട്ടുന്നു അല്ലെങ്കിൽ റവന്യൂ കിട്ടുന്നു, അതൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സമയം അനുസരിച്ച് ഇനിയിപ്പോൾ ഒരു 1 മിനിറ്റിൽ 1.5 മിനിറ്റിൽ എങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റും, കോപ്പിറൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ മറികടന്നിട്ട്, അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് ഞാനിപ്പോൾ. പെട്ടെന്ന് ഞാനേ നിങ്ങളെ പരിപാടിയിൽ പങ്കെടുക്കണ പോലെ എനിക്കിപ്പോൾ ഫീൽ കിട്ടി. മൊത്തത്തിൽ ഇപ്പോൾ മായാജാലത്തിന്റെ കൺകെട്ടും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഞാനടക്കം കൊളാബറേറ്റ് ആയതുപോലെ അയക്കുന്നത്. നിങ്ങളൊരു പരിപാടിയിൽ വന്ന് നിന്നിട്ട് നിങ്ങൾ പിന്നെ മരിച്ചു പോയവരെ കാണുക എന്നുള്ളൊരു സംഭവങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ സത്യത്തിൽ അതിനെതിരാണ്. ഞാൻ ഇങ്ങനെ ഒരു ഇമോഷൻസ് വെച്ച് കളിക്കാന്ന് വെച്ചാൽ എനിക്ക് അത് അത്ര താല്പര്യം. പണിയായിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ മുമ്പിലേക്ക് ഒന്ന് പൃഥ്വിരാജാക്കാം, മമ്മൂട്ടിയാക്കാം, അങ്ങനെയൊക്കെ. അതിനകത്തൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ അങ്ങനെ വന്ന് നിന്ന് എൻ്റെ ലൈഫിൽ ഞാൻ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മരണപ്പെട്ട ആളുകൾ. ഞാൻ വന്ന് നിന്ന് എനിക്ക് കണ്ണടച്ച് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്ത് ഞാൻ ആ മരിച്ച ആളെ കണ്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹവും എല്ലാം ഉള്ളതാണ്. പക്ഷെ അതിന് ശേഷം ആ കണ്ടതും ആ സമയങ്ങളും അദ്ദേഹത്തിൻ്റെ അല്ലെ എൻ്റെ ജീവിതത്തിൽ അത് വല്ലാതെ പെടുത്തുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ പ്രയാസപ്പെട്ട ആളുകൾ, കുറേ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. കാരണം ഞങ്ങളിങ്ങനെ ഇതിന് വിധേയമായി, ബട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അത് രാത്രി അങ്ങനെയൊക്കെയുള്ള ഇയാൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്, അങ്ങനെ അത് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും അതായത് ഞാനിപ്പോൾ ചിന്തിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളല്ല. നമ്മളിപ്പോൾ ഒരു ഹിപ്നോസിസ് ഒരാളെ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ഹിസ്റ്ററി
എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണം. വളരെ സേഫാണ് ഇത് സംഭവം, ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഹിപ്നോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫാണ്, വളരെ നല്ലൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇന്ന് പലരും ഈ പറഞ്ഞ പോലെ ഇതിനെ ഇപ്പം മെന്റലിസം ആയിക്കോട്ടെ, ഹിപ്നോസിസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇതിന്റെ കുറച്ച് ഭാഗം മാത്രം പഠിച്ചിട്ട്, വളരെ കുറച്ച് ഭാഗം മാത്രം പഠിച്ചിട്ട് ഇത് ആളുകളിൽ അപ്ലൈ ചെയ്ത് കുറെ അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, കുറെ കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് അതിനോട് എതിരാണ്. ഈ മരിച്ചുപോയ ആളുകളെ കാണിക്കുന്നതിനോട് ഞാൻ എതിരാണ്. ഞാൻ എൻ്റെ രീതിയിൽ ഇല്ലില്ല, എൻ്റെ രീതിയിൽ ഒരുപാട് ആളുകൾ അത് ആവശ്യപ്പെടാറ്, പക്ഷെ അത് ഞാൻ ചെയ്യാറില്ല. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് അങ്ങനെ കാണിക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഞാനിങ്ങനെ സ്ട്രീറ്റ് ഹിപ്നോസിസോ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ സ്റ്റേജ് ഷോയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ്. എനിക്ക് തിയേറ്റർ ഷോയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഓഡിയൻസ് ഇരിക്കുന്ന സമയത്ത് എല്ലാവരെയും ഇപ്പോൾ എല്ലാവരും ട്രാൻസിലാവും, മീൻസ് എല്ലാവരും ട്രാൻസ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് അറിയുന്നുണ്ട് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് തുള്ളിച്ചാടുന്നില്ല, എല്ലാവരും മാനസികാവസ്ഥ ചേഞ്ച് ആവും. അപ്പോൾ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഒരുപാട് ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ച് സമയം ഒന്ന് ആശ്വാസം കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളെ പിന്നെയും നമ്മൾ കരഞ്ഞ് ബുദ്ധിമുട്ടിക്കുക എന്ന് വെച്ചാൽ എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം. എൻ്റെ ഷോയിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല.